സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭക്തി ഭുക്തി പ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. നീതാനാലംബമെന്നും മഹീതിലവശം കീണിടുന്നോർക്കെ വശ്യം നീതാന്നേതാവലംഘ്യം തവ വിധിയുലകം കാത്തഴിക്കും മഹേശി. മാതാവിന്മാരിലല്ലോ ശിശുവിനഃ സമാശ്വാസവും പാർത്തു കണ്ടാൽ മാതാവേ കാത്തുരക്ഷിക്കുക കടലിണയിൽ ക്ഷീണനായി വീണോരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. വാട്സപ്പ് എന്ന മാധ്യമത്തിലൂടെ നടത്തി വരുന്നതായിട്ടുള്ള ദേവി ഭാഗവത സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹേ രാജാക്കന്മാരെ ധനത്തിനായി ബ്രാഹ്മണരെ ദാനം കൊടുത്ത് പ്രഭുക്കളാക്കിയ ബ്രാഹ്മണരെ സമീപിച്ചപ്പോൾ ലോഭികളായിട്ടുള്ള അവരെ ധനം കൊടുത്തില്ല. കയ്യിലുള്ള ധനത്തിനെയെല്ലാം അവർ ഗൃഹത്തിൻ്റെ 4 ഭാഗത്തും ഭൂമിയിൽ കുഴിച്ചിട്ടു. ആ ഭൂമിയെ കിളച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും ധാരാളം ധനം ഹൈഹയന്മാർക്ക് കിട്ടി. തങ്ങൾക്ക് ധനം തരാതെ ബ്രാഹ്മണര് ഇപ്രകാരം ചെയ്തതിൽ അവർക്ക് ബ്രാഹ്മണരോട് ക്രോധമുണ്ടായി. കുഴിച്ചിട്ട ധനം ഹൈഹയന്മാരിതാ എടുക്കണു എന്ന് കണ്ടപ്പോഴേ ചോദിക്കാനായിട്ട് ആശ്രമത്തിൽ നിന്നും ഓടി ഒളിച്ചുപോയ ബ്രാഹ്മണര് തിരിച്ചു വന്നു. അവർ തമ്മിൽ എന്തെങ്കിലും വാക്കേറ്റമുണ്ടായിരിക്കാം. എന്തായാലും ക്ഷത്രിയന്മാര് അവരുടെ ആയുധങ്ങളെ കൊണ്ട് ഈ ബ്രാഹ്മണരെ വധിച്ചു എന്ന് പറയാണ്. ഹൈഹയന്മാര് പിന്നീട് ഭൃഗുക്കൾ ഒളിച്ച് പാർത്തിരുന്ന ഗിരിദുർഗങ്ങളിലേക്കും പോയി. അവിടെ അവരുടെ പത്നിമാരുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുക്കളെ ഉൾപ്പെടെ നശിപ്പിച്ചിട്ട് ആ ബ്രാഹ്മണരെയെല്ലാം ഗുഹകളിൽ തേടിപ്പിടിച്ച് അവരെയെല്ലാം വധിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയണത്. എന്തായാലും കണ്ണിൽ കണ്ട ഭൃഗുക്കളെയെല്ലാം കൂരമ്പുകൾ കൊണ്ട് കൊന്നു. ബ്രഹ്മഹത്യാപാപം പരിഗണിക്കാതെ ആബാലവൃദ്ധം അന്യരെയും അവര് ഇപ്രകാരം സംഹരിച്ചു. ബ്രാഹ്മണരെ, അവരുടെ പത്നിമാരെ, ഗർഭവതികളായിട്ടുള്ള പത്നിമാരെ പോലും അവര് വധിച്ചു, കുട്ടികളെ വധിച്ചു എന്നൊക്കെയാണ് പറയണത്. ഇങ്ങനെ ഭാർഗവ ബ്രാഹ്മണരെ കൊന്നുകൊണ്ട് എവിടെയെല്ലാം സഞ്ചരിച്ചുവോ അവിടെയെല്ലാം നാരിമാരുടെ ഗർഭത്തിലുള്ള ശിശുക്കളെയും അവര് നശിപ്പിച്ചു. പാപബുദ്ധികളായിട്ടുള്ള ക്ഷത്രിയരെ ഏതെല്ലാം സ്ത്രീകളുടെ ഗർഭം നശിപ്പിച്ചുവോ അവരെല്ലാം വിലപിച്ചു കരഞ്ഞു. തീർത്ഥാടനത്തിനെത്തിയ മറ്റു ബ്രാഹ്മണരെ അഹങ്കാരികളായിട്ടുള്ള അവരോട് പറഞ്ഞു, രാജാക്കന്മാരെ, ബ്രാഹ്മണരോടുള്ള ഭയാവഹമായിട്ടുള്ള ഈ കോപം നിങ്ങൾ നിർത്തണം. നിങ്ങൾ ആരംഭിച്ച ഈ കർമ്മം എത്രയും യുക്തിരഹിതവും നിന്ദ്യവുമാണ്. ഭൃഗുപത്നിമാരുടെ ഗർഭത്തെപ്പോലും നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്യുഗ്രമായിട്ടുള്ള പുണ്യപാപങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ശ്രേയസ്സാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇപ്പോഴെങ്കിലും ഈ നിത്യകർമ്മങ്ങളാണ് നിങ്ങൾ നിർത്തണം എന്നൊക്കെ മഹാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണരെ അവരെ ഉപദേശിച്ചു. പക്ഷേ ദയാലുക്കളായിട്ടുള്ള മുനിമാരോട് ക്രുദ്ധരായ ഹൈഹയന്മാര് പറഞ്ഞു, നിങ്ങൾ സാധുക്കളാണ്, പാപകർമ്മങ്ങളുടെ അർത്ഥം അറിയാൻ പാടില്ലാത്തവരാണ്. മുമ്പുണ്ടായിരുന്ന മഹാത്മാക്കളായിട്ടുള്ള പൂർവികരുടെ ധനം മുഴുവൻ വഴിയിൽ വെച്ച കൊള്ളക്കാര് വിരട്ടി വാങ്ങും പോലെ ഈ കള്ളന്മാരെ വഞ്ചിച്ച് അപഹരിച്ചു. ഈ ബ്രാഹ്മണരൊക്കെ വഞ്ചകരും ദാംഭികരും കൊറ്റുകളെപ്പോലെ തഞ്ചം പാർത്തിരുന്ന് ഉപദ്രവിക്കുന്നവരുമാണ്. ഞങ്ങളുടെ കയ്യിലുള്ള പൂർവികന്മാരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ധനങ്ങളെയെല്ലാം ഇവർ പറഞ്ഞ വാക്കുകളെ കേട്ട് പല യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി ഇവർക്ക് തന്നെ
ദക്ഷിണയും ദാനവുമായിട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഓരോ യാഗങ്ങളും ഇവരെ ഞങ്ങളുടെ പൂർവികന്മാരെ കൊണ്ട് പറഞ്ഞ് നടത്തിച്ചത് ഞങ്ങളുടെ കയ്യിലുള്ള പൂർവികന്മാരുടെ കയ്യിലുള്ള ധനവും ധാന്യവും സ്വത്തും എല്ലാം കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പല യാഗങ്ങൾ നടത്തി ഞങ്ങളുടെ പൂർവികന്മാരുടെ കയ്യിലുള്ള ധനവും സമ്പത്തും സ്വത്തും എല്ലാം ഇവര് തട്ടിയെടുത്തു. ഞങ്ങൾക്കൊരാവശ്യം വന്ന് ഞങ്ങൾ നിർധനരായി ധനമില്ലാതൊരാവശ്യം ഉണ്ടായപ്പോഴും ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി ഇവരുടെ അടുത്ത് ചെന്ന് കൈകളെ കൂപ്പിക്കൊണ്ട് ഇവരോട് ഞങ്ങൾ അപേക്ഷിച്ചു. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിൻ്റെ ഒരു 1/4 അംശമെങ്കിലും ഞങ്ങൾക്കായിട്ട് ഇപ്പോൾ തരൂ, ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് നിർധനരായിട്ടുള്ള ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണർക്ക് മര്യാദ കൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ കൈനീട്ടി ഞങ്ങൾ യാചിച്ചു നിന്നു. പക്ഷേ യാചകരായിട്ടുള്ള ഞങ്ങൾ ദുഃഖിക്കുന്നവരാണ് എന്ന് കണ്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ അവര് ധനം തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ധനമൊന്നുമില്ല എന്നുള്ള അസത്യവും നുണയും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പൂർവിക രാജാവായിരുന്ന കാർത്തവീര്യനിൽ നിന്ന് നേടിയ ധനം അത്രയും ദാനശീലനായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുള്ള ധനമൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നിട്ടും അവര് ഇല്ല എന്നുള്ള അസത്യമാണ് പറഞ്ഞത്. ബ്രാഹ്മണന് അസത്യം, വഞ്ചന ഇതൊന്നും പാടില്ലാത്തതാണ്. അങ്ങനെ ഇവര് അസത്യമാണ് കാണിച്ചത്, വഞ്ചനയാണ് കാണിച്ചത്. അർത്ഥിച്ചവർക്ക് കയ്യിലുള്ളതിനെ കഴിവതുമാതിരി കൊടുക്കുക എന്നുള്ളത് ബ്രാഹ്മണനും വിധിച്ചിട്ടുള്ള ശാസ്ത്രമാണ്. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ കൈകളിൽ ധനമൊന്നുമില്ലാതെ കണ്ടുവന്നപ്പോൾ യജ്ഞയാഗാദികളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിവില്ലാത്തവരായി ഞങ്ങൾ രാജാക്കന്മാർ ഭവിച്ചു. അപ്പോഴെങ്കിലും കയ്യിൽ ഇത്രയും ധനമുള്ള ഈ ബ്രാഹ്മണര് യജ്ഞയാഗാദികൾ അവർ ചെയ്യേണ്ടതല്ലേ? ഇത് അവരുടെ ധർമ്മമല്ലേ യജ്ഞയാഗാദികൾ ചെയ്യുക എന്നുള്ളത്? ഈ ധനത്തിനെയെല്ലാം സ്വാർത്ഥ താല്പര്യത്തോടുകൂടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കയ്യിൽ വെച്ചിരുന്നു എന്നല്ലാതെ ഒരു യജ്ഞമോ ഒരു യാഗമോ എങ്കിലും ഇവര് നടത്തിയിട്ടുണ്ടോ? വിപ്രന്മാരൊരിക്കലും ഒരിടത്തും ധനം കൂട്ടിവെക്കരുത്, സമ്പത്തിൽ ആഗ്രഹമുള്ളവരാവരുത് എന്നാണ് ശാസ്ത്രങ്ങളും പറയുന്നത്. ആ ധനം അവരുടെ കയ്യിൽ അങ്ങനെ കിട്ടിയാൽ തന്നെ അതുകൊണ്ട് വിദ്യാവണ്ണം യജിക്കണം, ദാനം ചെയ്യണം. മറ്റുള്ളവരെ ദീനരും കഷ്ടരുമാണെങ്കിൽ അവരെ സഹായിക്കണം. ഇതൊക്കെയാണ് ബ്രാഹ്മണന്റെ ധർമ്മം. ദ്രവ്യമുണ്ടെങ്കിൽ കള്ളന്മാരെ ഭയപ്പെടണം, അതുപോലെ രാജാക്കന്മാരെയും ഭയപ്പെടണം. അഗ്നിയിൽ നിന്നും ദൂർത്തന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ഭയവും കയ്യിൽ ധനമുണ്ടെങ്കിൽ വളരെ ഉണ്ടാകും എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ധനം ഏതു വിധേനയും അതിൻ്റെ രക്ഷകനെ ഉപേക്ഷിക്കും. അഥവാ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവൻ അത് ഉപേക്ഷിച്ച് മരിച്ച് ദുർഗതി പ്രാപിക്കും. ഇത് ശാസ്ത്രധർമ്മമാണല്ലോ, എല്ലാവർക്കും അറിയുന്ന നിയമമാണല്ലോ. മഹാലക്ഷ്മി ഒരിക്കലും ആരുടെ കയ്യിലും സ്ഥിരമായിട്ടിരിക്കാറില്ല. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിന്നും ലക്ഷ്മി ഇതാ മറ്റൊരുത്തൻ്റെ കയ്യിലേക്ക് പോകും, അതല്ലെങ്കിൽ നമ്മൾ പ്രാരാബ്ധം കഴിയുന്നതോടുകൂടി അതിനെയെല്ലാം ഉപേക്ഷിച്ച് ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ജ്ഞാനികള്, മഹാത്മാക്കള്, ബുദ്ധിയുള്ളവര് ആ ധനത്തിൽ സ്വാർത്ഥലാഭം ചിന്തിക്കാതെ കണ്ട് ആ ധനത്തിനെ പരോപകാരത്തിന് വേണ്ടിയും കൂടി നിർധനർക്കും ദരിദ്രർക്കും കഷ്ടമനുഭവിക്കുന്നവർക്കും ദുഃഖം അനുഭവിക്കുന്നവർക്കും പങ്കുവച്ച് അവർക്കും സുഖവും സന്തോഷവും കൊടുക്കേണ്ടതാണ്. ആ ഒരു ധർമ്മം ഈ ബ്രാഹ്മണന് പാലിച്ചുവോ എന്ന് ചോദിച്ചാൽ ഇല്ല. കയ്യിലുള്ള ധനം കൊണ്ട് ഏതെങ്കിലും യജ്ഞമോ യാഗമോ നടത്തിയോ? ഇല്ല. എന്തെങ്കിലും അന്നദാനം നടത്തി ദരിദ്രർക്ക് എന്തെങ്കിലും ചെയ്തുവോ? ഇല്ല. കാർത്തവീര്യാർജുനൻ ഞങ്ങളുടെ പൂർവിക രാജാവ്, അദ്ദേഹം എത്ര ദാനങ്ങളും ധർമ്മങ്ങളും അന്നദാനവും ദക്ഷിണയും എല്ലാം ചെയ്തു എല്ലാവർക്കും.
ആ ധനമെല്ലാം അദ്ദേഹത്തിൽ നിന്നും ഓരോ യാഗങ്ങൾ ചെയ്യിച്ച് സമ്പാദിച്ച ഇവര് സ്വാർത്ഥതൽപരരായിട്ട്